വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേജിൽ കാണാവുന്ന ഒന്നാണ്. കുട്ടി പലയിടത്തോട്ട് ഓടുന്നു, പക്ഷെ കുട്ടി തിരിച്ച് അമ്മയുടെ പ്രസൻസിലോട്ട് തിരിച്ചു വരുന്നു. ഇതാണ് അതിന്റെ ആ ഒരു കോറത. ഇനി അമ്മയുടെ അനുഭവം നമ്മളിൽ വരും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അമ്മ നമ്മളിലാവും. പുറത്തുള്ള അമ്മയുമായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ വൃത്തിയിൽ കൊണ്ടുപോകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമ്മളിൽ തുറന്നു വരും. അത് വീണ്ടും നമ്മളെ പവർഫുൾ ആക്കി. അവിടെയാണ് ശക്തി എന്ന് പറയുന്ന ഒരു ഭാഗത്തിനുള്ള സാധ്യത തുറന്നു വരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഐസ്ബർഗ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അവിടെ താഴത്തിലെ ചക്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതെല്ലാം ഈ തുറസം അവിടെ വൃത്തി വേണം, അവിടെ ഇത് വരും, രോഗം വരും, അവിടെ ചില ശീലങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലായി. പക്ഷെ അതെല്ലാം ഹാർട്ട് ചക്ര അല്ല. ഹാർട്ട് ചക്രയിലോട്ട് എത്തുന്നത് നമ്മളുടെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാത്തിന്റെയും ഒരു ഏകോപനം സംഭവിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇവിടെയെല്ലാം ഇതിന്റെ ഏകോപനം വരുമ്പോഴാണ് നമുക്ക് ജ്ഞാനെന്ന് പറയുന്ന ഒരു സംഭവം ഇമോഷണലി തോന്നുന്നത്. അപ്പോഴാണ് അനുഭവത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഹൃദയചക്രം വരുന്നത് അനുഭവത്തിന്റെ. അത് ഇതിനെല്ലാം ചെയ്തതിന്റെ ഒരു മൂല്യം നമ്മുടെ സ്പർശനത്തിൽ വരും. അപ്പോഴാണ് ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നത്. അല്ലെങ്കിൽ ഹാർട്ട് ആക്ടിവിറ്റീസ്. ഈ ഹാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് വളരെ സെറ്റിൽ ആയിട്ടുള്ള സ്കിൻ സെൻസിറ്റിവിറ്റി. അതൊരു ഭയങ്കര വലിയൊരു മേഖലയാണ്. ത്വക്കെന്ന് പറയുന്നത് ഒത്തിരി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. മറ്റേ പറഞ്ഞ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ലെവലിൽ ഹാർമണിയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ സ്കിന്നിന്റെ അഡ്വാൻറ്റേജ്, അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. ആ സ്കിന്ന് കൈ കിട്ടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ചക്ര സ്കിന്നുമായിട്ട് അവിടെയാണ് നമ്മൾ റിലേഷൻഷിപ്സ് എല്ലാം. അപ്പോഴാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത്. നമ്മളെവിടെയെല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ഒരു സോഫിസ്റ്റിക്കേറ്റഡ് വളരെ സറ്റിൽ ആസ്പെക്ട്സ് സ്കിന്നിൽ. അപ്പോഴാണ് അന്തരീക്ഷത്തിന്റെ മർദ്ദം, അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഹാർട്ട് കണക്റ്റഡാണ്. ഹാർട്ടാണ് ഇതിനെല്ലാം ഡിഫൈൻ ചെയ്യുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, അതിനനുസരിച്ച് ഷോർട്ട് ചെയ്യുക. ഇതെല്ലാം ഹാർട്ടിന്റെ പെർഫോമൻസ് ആണ്. അവിടെ ഇന്റലിജൻസ് പിന്നെയും കൂടുകയും ഹയർ ഇന്റലിജൻസ് ലൈവ് ആകുകയും നമ്മളിലുണ്ടാകുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡ് മാറ്റത്തെ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അപ്പോഴാണ് വ്യക്തി വീണ്ടും ബോധമുള്ള വ്യക്തിയായിട്ട് വളരുകയും വളർച്ച സംഭവിക്കുകയും ഐക്യത്തിന്റെ അനന്തര ഫലമായിട്ടുള്ള വളർച്ച അവിടെ സംഭവിക്കുകയും. ഇവിടെ ഒരു പോയിന്റ് അപ്പൊ അവിടെ നിങ്ങൾ പറഞ്ഞ ഈ സ്കിൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്കിൻ എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തുള്ള സ്കിൻ മാത്രമല്ലല്ലോ പറയുന്നത്, എനർജിന്റെ സ്കിന്നും കൂടെ പറയുന്നുണ്ട്. എന്തിന്റെ നിങ്ങളെ ബ്രീതിങ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതുമായിട്ട് കണക്ട് ആകും. അധികാരികൾ നമ്മുടെ ശരീരത്തിന്റെ തോല് മാത്രം. അതാണ് പറയുന്നത് സൂക്ഷ്മ ശരീരം. ഹാർട്ടിലെത്തി കഴിയുമ്പോൾ സൂക്ഷ്മ ശരീരം ഉണരാൻ തുടങ്ങി. അപ്പൊ ആ സൂക്ഷ്മ ശരീരത്തിന്റെ സ്കിൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയും. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ ഹാർട്ട് സ്കിന്ന് നമ്മുടെ ഹാർട്ടിന് സ്കിൻ ഉണ്ട്. ബാഹ്യമായിട്ടുള്ള ടച്ച് എല്ലാം ബേസ് ചെയ്താണ്. അതെല്ലാം കാലത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ കാലം നിൽക്കുന്നത് ബോധത്തിലാണ്. കാലവും നിൽക്കുന്നത് അല്ല കാലത്തിന് ബോധമില്ലാത്ത ഭാഗമല്ല.
അപ്പൊ ആ ബോധത്തെ അറിയാൻ ഈ കാലം എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എനിക്ക് വിശപ്പുണ്ടാകുന്നു, എന്തുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടാകുന്നു, ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ, ഒരു പ്രത്യേക സമയമാകുമ്പോൾ എനിക്ക് വിശപ്പുണ്ടാകും. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആന്തരികമായിട്ട് ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള അതിന്റെ സോഴ്സിലെത്തണം. അവിടെയാണ് ഹൃദയചക്ര ഓപ്പൺ ആകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഹൃദയചക്ര നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്? നമ്മുടെ ഉള്ളില് നമ്മൾ സ്പർശിക്കുമ്പോൾ ഉള്ളിലൂടെ സ്പർശിക്കാനാണ് നമ്മുടെ ബോഡിയുടെ എക്സ്പാൻഷൻ. ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നത് കാലചക്രത്തിന്റെ സ്വാധീനത്തിലാണ് ബോഡി എക്സ്പാൻഡ് ചെയ്യുന്നത്. ശരീരം മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് കാലചക്രവുമായി കണക്റ്റായി നിൽക്കുന്നതാണ്. അവിടെ നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങളിപ്പോ ബോധം പറയുമ്പോ അവിടെ ഈ കാലചക്രം പിന്നെ നമ്മളെ സ്പർശനം എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ ഔട്ടർ ബോഡി ഔട്ടർ എഡ്ജല്ലേ പറയുന്നത്. ഓഫ് കോഴ്സ്. അപ്പൊ അതിനെ കുറിച്ച് പറയും. അതിനൊത്ത് നിങ്ങൾ എവിടെയെങ്കിലും ടച്ച് ചെയ്താലല്ലേ, നിങ്ങൾ അത് എന്നിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താല്, നിങ്ങൾ എവിടെയാണ് അതിനെപ്പറ്റി പറയൂ എന്ന് പറഞ്ഞാല് അതിന്റെ സാധാരണ ഞാൻ സംസാരിക്കും എന്ന് പറയുന്നത് എന്നെ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, എന്നെ ടച്ച് ചെയ്യുന്നു. ഗ്രോസ് ലെവലിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സൂക്ഷ്മം എന്ന് പറഞ്ഞത് കൊണ്ട് സൂക്ഷ്മത്തിൽ എത്തത്തില്ല. അത് ബാലൻസിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് ടച്ച് ചെയ്ത് വരുമ്പോഴാണ് അത് ഓപ്പൺ ആയിട്ട് ഡെലിവർ ആകുന്നത്. സൈലൻസ്, പ്രിവെയിലിംഗ് സൈലൻസ്, ഹാർമണി, ഇതിലൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാച്ചുറലി എവിടെയെങ്കിലും ടച്ച് ആവും. അവിടെ അതാണ് റിക്വയർമെന്റ്. ഒരു വ്യക്തിയുടെ റിക്വയർമെന്റ് ആ വ്യക്തി ടച്ച് ചെയ്യുമ്പോഴാണ് അത് ഡെലിവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ റാൻഡംലി ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും ഗ്രോസ് ലെവലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. റാൻഡംലി സംസാരിക്കുമ്പോൾ ഗ്രോസ് ലെവലുള്ളത് മാത്രമേ ഡെലിവർ ചെയ്യാറുള്ളൂ. സറ്റിലായിട്ടുള്ള ആസ്പെക്ട്, സറ്റിൽ ടച്ച് വരുമ്പോൾ മാത്രമേ അവിടെ റിക്വയർമെന്റ് ഓപ്പൺ ആകുന്നുള്ളൂ. അപ്പോഴേ അതിനെ പറ്റിയുള്ള ഒരു ഡെലിവറി ഉണ്ടാകത്തുള്ളൂ. അതിന്റെ സറ്റിൽ ആസ്പെക്ട്സ് ഒരിക്കലും നമ്മൾ റാൻഡംലി ഡെലിവറി ചെയ്യത്തില്ല. കാരണം അതങ്ങനെ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ സറ്റിൽ ആസ്പെക്ട്സ് ഡെലിവറി ചെയ്യുന്നത് അത് ടച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അവിടെ ആ വ്യക്തിക്ക് 1000 പേരുണ്ടെങ്കിലും ആരാണോ ടച്ച് ചെയ്തത് അയാൾക്ക് മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. വേറെ ആർക്കും കിട്ടത്തില്ല. ആരാണ് ടച്ച് ചെയ്തത് ആ വ്യക്തിക്ക് മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും കിട്ടത്തില്ല. ബാക്കിയുള്ളവരെല്ലാവരും വീണ്ടും ഗ്രോസ് ലെവലിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കും. അതിപ്പോ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലെവലില് അവിടെ പറയുക പോലും വേണ്ട. അത് വർക്ക്. അതാണ് സറ്റിൽ ആസ്പെക്ട്സിന്റെ പവർ. അതാണ് ഗ്രോസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കണ്ടക്റ്റഡ് അല്ലേ. കണ്ടക്റ്റഡ് ഭാഗത്ത് നിന്നുകൊണ്ട് സറ്റിൽ ആസ്പെക്ട്സിനെ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ അവിടെയാണ് നമ്മൾ ആ ഇൻഡ്യൂസ്ഡ് ഭാഗത്ത്. അവിടെ തോട്ടില്ല. തോട്ട് വരുമ്പോൾ നമ്മളെല്ലാം ടച്ച് ചെയ്ത് മെമ്മറി ടച്ച് ചെയ്ത് കണ്ടക്റ്റഡ് ഭാഗത്തൂടെയാണ് ഇന്ററാക്ഷൻ കൊണ്ടുപോകുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മൾ പരസ്പരം അല്ല. കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ഒരേ സോഴ്സേ ഉള്ളൂ. നമ്മൾ പരസ്പരം ഒരിക്കലും മനുഷ്യന് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പരസ്പരം ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ നടക്കത്തുമില്ല. പരസ്പരം നമ്മൾ ഇന്ററാക്ട് ചെയ്യും. അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇത് നിങ്ങൾ ബോധം സംസാരിക്കുന്നതിന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുന്നത് അവിടെ വസ്തുക്കൾ ഇല്ലാന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, കമ്മ്യൂണിക്കേഷൻ സോഴ്സുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട്